നിനക്കറിയോ, കുട്ടിക്കാലം മുതൽ ഞാൻ അഭിമാനത്തോടെ നോക്കിക്കണ്ട ഒരു വാക്കായിരുന്നു നല്ല കുട്ടി എന്നത്. പക്ഷേ പൊള്ളുന്ന സത്യം എന്തെന്നാൽ, ആരോ പറഞ്ഞതുപോലെ നല്ല കുട്ടി എന്ന വാക്കാണ് ഒരു കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. ആ ചതിയെ ഞാനോ നിങ്ങളോ തിരിച്ചറിയില്ല. അവസാനം പ്രതീക്ഷകളാൽ പടുത്തുയർത്തിയ പടുകൂറ്റൻ വൃക്ഷത്തെ താങ്ങി നിർത്താൻ പറ്റാത്തത്ര ബാധ്യതയായി അതെന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി. ഇത് ഞാൻ തിരിച്ചറിഞ്ഞത് അത് നിലനിർത്താൻ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകളിലൂടെയാണ്. പേര് നിലനിർത്താൻ ഞാൻ പാടുപെട്ടു. സ്വന്തം ജീവിതം അധ്വാനത്തിൻ്റെയും പുകഴ്ത്തലുകളുടെയും പേരിൽ ആർക്കോ വേണ്ടി ഒരു യന്ത്രത്തെ പോലെ ജീവിക്കുന്നു. ജീവിക്കാനായി ഓടുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓടിയത് നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. നേട്ടങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിലെ ചെറിയ വീഴ്ചകൾ പോലും എന്നെ വല്ലാതെ ബാധിച്ചു. സ്വന്തമാണെന്ന് കരുതിയവർ പോലും പുകഴ്ത്തലുകൾ നൽകുന്ന കേവല സുഖത്തിനായി എൻ്റെ ചെറിയ വീഴ്ചകളിൽ പോലും പൊട്ടിത്തെറിച്ചു. എൻ്റെ വിങ്ങലുകളെ അറിയാതെ പോയി. ഞാനാകുന്ന ചിത്രശലഭത്തെ പിടിച്ചു നിൽക്കാനും അറുത്തു മാറ്റാനും അന്ന് ആർത്തിയോടെ എന്നിലേക്ക് ഓടിയെടുത്ത മനുഷ്യരെ ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ തോറ്റുപോയി. പക്ഷേ അവർക്ക് മുമ്പിലല്ല, എനിക്ക് മുമ്പിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭയന്ന തോൽവിയിൽ. അവിടെ നിന്ന് ജീവിതം എടുക്കാനുള്ള എൻ്റെ ആദ്യ ശ്രമത്തിൽ ആദ്യമായി ആ പരാജയത്തിൽ ഞാൻ മന്ത്രിച്ചു. ഞാൻ വായിച്ചും കണ്ടും വളർന്ന കഥാപാത്രങ്ങൾ എനിക്കായി അന്ന് ഓടിയെത്തി. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ലായിരിക്കാം. നമ്മളെല്ലാം മനുഷ്യരല്ലേ? എപ്പോഴും ശരികളിൽ മാത്രം എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ തന്നെ ആരെയാണ് ഭയക്കേണ്ടത്? നമ്മുടെ അവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്ന പിടിവാശി മാറ്റി നിർത്തിയാൽ നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമാണ്. നമ്മുടെ സുഹൃത്തായി നാം മാറിയ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അതിനു കൂട്ടായി ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് ലോകങ്ങൾ നമുക്കായി തുറന്നു വെച്ച പുസ്തകങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. കാരണം ഒരു പരിധി വരെ ജീവിതത്തിൻ്റെ വിയർപ്പുമുട്ടലിൽ വായന ഒരു ആശ്വാസം തന്നെയല്ലേ?